ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 20. കാമൈസ്തൈസ്തൈർഹൃദജ്ഞാനാം പ്രപദ്യന്തേന്യദേവതാഃ തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാ സ്വയാ. അതതു കാമങ്ങളാൽ ഹരിക്കപ്പെട്ട ജ്ഞാനത്തോടൊത്തവർ സ്വപ്രകൃതിയാൽ നിയമിതരായി അതതു നിയമങ്ങളെ ആശ്രയിച്ച് അന്യദേവതകളെ പ്രാപിക്കുന്നു. ഇപ്പം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈശ്വരൻ ഏകനാണ്, അത് പലതില്ല എന്ന്, ആ ഈശ്വരാനുഗ്രഹത്തിലാണ് ഈശ്വരൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്, താൻ അനുഭവിക്കുന്ന സുഖദുഃഖ ക്ലേശങ്ങളൊക്കെ പ്രാരബ്ധവശാലാണ് എന്നും അറിയുമ്പോൾ എന്തുണ്ടാവുന്നു? അവർക്ക് ഒന്നും പ്രാർത്ഥിക്കാനില്ല, ഒന്നും ആവശ്യപ്പെടാനില്ല. കാരണം പ്രാർത്ഥനയുടെ ഫലമല്ല നമ്മൾ നേടുന്നത്, കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പം ഇന്നലകളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇന്ന് ഫലപ്രാപ്തിയിലെത്തിയത് അനുഭവിക്കുമ്പോൾ അത് തിരുത്തണമെങ്കിൽ, നാളെയെങ്കിലും തിരുത്തണമെങ്കിൽ ഇന്ന് നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള തത്വത്തെ ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ട്? സാധാരണ ജനങ്ങളിൽ ഏറെ പേരും തന്നെ പലവിധ കാമനകളാൽ കുരുക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് മറ്റൊന്നും നോക്കുന്നില്ല. കാരണം അവരുടെ മുന്നിൽ ആ ആഗ്രഹ പൂർത്തീകരണത്തിനായിക്കൊണ്ട് അതിൻ്റെതായ ദേവതകളെ പ്രാപിക്കാൻ അവർ ഇച്ഛിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് വയ്ക്കണം എന്നൊരാഗ്രഹിച്ചു ഒരാൾ. ആ വീട് വെച്ചിട്ട് അതിൽ സുഖമായി വസിക്കണം എന്ന് വിചാരിച്ച് ഗണപതി ഹോമം നടത്തി. അവിടെ ഗണപതിയെ എന്നുള്ള ദേവതയെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗണപതിയിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് പരമേശ്വരനെയാണ് എന്നുള്ള ചിന്തയല്ല അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പരിമിതങ്ങളായിരിക്കുന്ന കാര്യസാധ്യത്തിനായിക്കൊണ്ട് അവർ അതിനെ പ്രാപിക്കും. അതുപോലെ ഒരു പുത്രൻ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ധാരമേസ്യ ഭാര്യ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവട്ടെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ ദേവതകളെ അവർ പ്രാർത്ഥിക്കും. അങ്ങനെ ദേവതകളെ പ്രാപിക്കുമ്പോൾ അവരുടെ അന്ധക്കരണം കാമത്തിൽ ലിപ്തമാകുമ്പോൾ, പലവിധ ആഗ്രഹങ്ങളാൽ കുരുക്കപ്പെടുമ്പോൾ അവർക്ക് അതിനുപരി ചിന്തിക്കാൻ കഴിയാതെ വരും. അവരുടെ വിവേകം മറയ്ക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ആഗ്രഹത്തിനായിക്കൊണ്ട് അവരോട് പൂർവജന്മകൃതമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്നോ നാളെ അനുഭവിക്കുന്നത് ഇന്നത്തെ കർമ്മഫലമാണ് എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ആ വിവേകം അങ്ങോട്ട് ഉദിക്കില്ല. അപ്പോൾ സർവവിധ കാമങ്ങളെയും പൂർത്തീകരണത്തിനായിക്കൊണ്ട് അവർ പലവിധ ദേവതകളെയും പൂജിക്കുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ലോകര് ഒരു കൂട്ടർ പോകുന്നതിൻ്റെ പിന്നാലെ മറ്റേ കൂട്ടരും പോകുന്നു. അത് ഈ ലോകത്തിലെ മാത്രമല്ല, മരിച്ചു പോയിട്ട് പരലോകപ്രാപ്തിക്കായിക്കൊണ്ട് അവർ പിതൃദേവതകളെയും പൂജിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാമെന്ന് പറഞ്ഞാൽ തന്നെ അപ്രാപ്തമായ വസ്തു സുഖം ലഭിക്കുമെന്ന സങ്കല്പത്തോടു കൂടി അതിനെ പ്രാപിക്കാൻ തോന്നുന്ന ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുക. അപ്പൊ സുഖസങ്കല്പത്തിന് വിഷയമാകുന്ന എന്തിലും അയാൾക്ക് കാമം തോന്നിയെന്ന് വരും. സങ്കല്പത്തിൽ നിന്നാണല്ലോ കാമം ഉണ്ടാവുന്നത്. അതിൽ നിന്ന് തന്നെയാണ് കർമ്മങ്ങൾ ഉണ്ടാവുന്നത്, സങ്കല്പത്തിൽ നിന്നാണ്. അപ്പോ കാമത്താൽ ബാധിക്കപ്പെടുമ്പോൾ അന്ധക്കരണത്തിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ ഒക്കെ വിവേകശക്തി മറയ്ക്കപ്പെടുന്നു. കാര്യമെന്ത് അകാര്യമെന്ത്, അഥവാ നല്ലതേത് ചീത്ത ഏത് എന്നുള്ള ബോധം അവർക്കുണ്ടാവുന്നില്ല. ശാസ്ത്രവും ആചാര്യന്മാരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്നും അവർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ ആ വക വിഷയങ്ങളെ തനിക്ക് നൽകും എന്ന് കരുതുന്ന ദേവതകളെ അവരാരാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ദേവതകളെയൊക്കെ അന്യദേവതകൾ എന്ന് വിശേഷിപ്പിച്ചത്.
ദേവതകളെല്ലാം വാസ്തവത്തിൽ ഈശ്വരൻ്റെ അദ്വിതീയങ്ങളായ ഭാവങ്ങളാണ്, വേറെയുള്ളതൊന്നുമല്ല. പക്ഷെ അതവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഞാൻ ശിവനെ പൂജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ശിവനും നിങ്ങൾ ആരാധിക്കുന്ന വിഷ്ണുവും മറ്റൊരാൾ ആരാധിക്കുന്ന ദേവിയും വാസ്തവത്തിൽ ഒരു ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ പലതാണെന്ന് വിചാരിച്ച് പല വിവിധ കാര്യസാധ്യത്തിനായിക്കൊണ്ട് പലതിൻ്റെ പിന്നാലെ ഓടുന്നു. നാരായണത്രിവ്രാന്തൻ അഗ്നിഹോത്രിയോട് ചോദിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഗ്നിഹോത്രി ചെന്ന നാരായണത്രിവ്രാന്തൻ അഗ്നിഹോത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ ഉള്ളിൽ നിന്ന് മണി കിലുക്കുന്ന ശബ്ദം കേട്ടു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് കിലുക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്തു നിന്നുണ്ട്. അപ്പോൾ ഇയാൾ മുറ്റത്ത് ഒരുപാട് കുഴികൾ കുഴിച്ചു വെച്ചു. അവസാനം പൂജയും കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് അഗ്നിഹോത്രി പുറത്തേക്ക് വന്നപ്പോൾ ഇതെന്താ ഇവിടെ നിറയെ കുഴികൾ കുഴിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കുഴിച്ചതൊക്കെ ഒന്നിലായിരുന്നെങ്കിൽ അത് വെള്ളം കാണുമായിരുന്നു എന്ന്. അതായത് പല ദേവതകളുടെ പിന്നാലെ പോയ സമയം കൊണ്ട് ഇതൊക്കെ ഒരു ഈശ്വരനിലേക്ക് എത്തുന്ന പല വഴികളാണെന്നറിഞ്ഞ് ആ ഈശ്വര പ്രാപ്തിക്കായിക്കൊണ്ട് യത്നിച്ചു എങ്കിൽ അത് മനുഷ്യജന്മം സഫലമാകാൻ ഉപയുക്തമാകുമായിരുന്നു. അതാണ് അതിൻ്റെ തത്വം. അപ്പം തൻ്റെ ഗുണഘടനയ്ക്കും അഭിരുചിക്കും സ്വഭാവവിശേഷങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്ത ദേവതകളിൽ ശ്രദ്ധയൊക്കെ ഉണ്ടാവാം. പക്ഷേ എല്ലാ ദേവതകളിലൂടെയും ലക്ഷീകരിക്കപ്പെടുന്നത് ഏകനായ ഈശ്വരനാണ് എന്നുള്ള ഭാവം ഉണ്ടാവണം. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ച് തൻ്റെ ഇഷ്ടദേവത തന്നെയാകുന്നു ആ പരമേശ്വരൻ. പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ഇവിടെ ശിവൻ എന്നുള്ള അർത്ഥത്തിലല്ല, പരം, അതിനു മുകളിൽ മറ്റൊന്നില്ലാത്ത ഈശ്വരൻ. നേരത്തെ നമ്മൾ പഠിച്ചു വാസുദേവ സർവമിതി, സർവത്തിലും കുടികൊള്ളുന്നവൻ ആ ഏകനായ വാസുദേവൻ തന്നെയാണ് എന്നറിഞ്ഞാൽ മതി. അതറിയാതെ പലതിൻ്റെ പിന്നാലെ കുരുക്കപ്പെട്ട മനസ്സുമായി അവർ കാലം കഴിക്കുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഈ ഓരോരോ ഗുണഗണനയോടൊത്ത ഭക്തനും അതത് ഗുണഗണനയ്ക്ക് അനുയോജിക്കുന്ന ദേവതാ സങ്കല്പത്തെ അതത് ഗുണഗണനയ്ക്ക് അനുസരിച്ച വിധാനങ്ങളെ പാലിച്ചുകൊണ്ടാണ് ആരാധിക്കുന്നത്. തം നിയമമാസ്തായ. ഒരാൾ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ശിവനാകാം. അതുപോലെ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദേവിയാവാം. അങ്ങനെ വ്യത്യസ്ത ദേവതകൾക്ക് വ്യത്യസ്തങ്ങളായ ദിവസങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ എല്ലാ ദിവസവും ഈശ്വരൻ്റെത് തന്നെയാണ്. ഒരു ദിവസവും മോശമില്ല. ചൊവ്വാഴ്ച മോശമെന്നോ തിങ്കളാഴ്ച നല്ലതെന്നോ വെള്ളിയാഴ്ച കുറച്ച് മോശമെന്നോ അങ്ങനെയൊന്നുമില്ല. ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത ഒരു ദിവസമില്ല. അപ്പം ഈശ്വരനെ പ്രാപിക്കുന്നവർക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹമുണ്ട്. അത് സർവ്വതാ കൂടെയുണ്ട്. ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവൊന്നുമല്ല, നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അതൊക്കെ അനുഭവിക്കാനുള്ള ശക്തി, കരുത്ത് നമുക്ക് തരുന്നത്. പ്രാരബ്ധത്തെ അനുഭവിച്ച് തന്നെ തീർക്കണം. ഇത് ആരുടെയും തലയേക്ക് കെട്ടിവെക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? അത് സ്വയാ പ്രകൃത്യാ നിയത. അത് ജന്മാന്തര അർജിത സംസ്കാര വിശേഷമാണ്. അതിനെയാണ് സ്വപ്രകൃതി എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ കർമാചരണത്തിലൂടെ സമാർജിച്ച സംസ്കാര വിശേഷങ്ങളാണ് നമ്മുടെ പ്രകൃതി. ആ പ്രകൃതിക്ക് അനുസരിച്ചേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. എല്ലാ കാലത്തും അങ്ങനെയാണോ? ഇല്ല. ശാസ്ത്രബോധം കൊണ്ട് ഏകാഗ്രതമമായിരിക്കുന്ന ഉപാസനകളെ കൊണ്ട് അതിൽ മാറ്റം വരുത്താൻ നമുക്ക് തന്നെ കഴിയുള്ളൂ. ഈശ്വരനൊന്നും കഴിയില്ല. കാരണം ഈശ്വരനല്ല. ചിലർ പറയണ്ട ഈശ്വര വിധി, ഈശ്വരൻ തലയിൽ വരച്ചത്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ തലയിൽ വരച്ചതാണ്. ഈശ്വരൻ ഇതിലൊരു പങ്കുമില്ല.
യഥാകർമ്മ യഥാശ്രുതം. നമ്മൾ എപ്രകാരമാണോ കർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ച് ഫലം തരാനേ ഈശ്വരന് സാധിക്കൂ. അല്ലാതെ കർമ്മത്തെ തിരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു തത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭോഗ്യ വിഷയങ്ങൾ നേടാനും ഭുജിക്കാനുമുള്ള ആഗ്രഹമാണ് നമ്മുടെ വിവേകത്തെ ഇല്ലാതാക്കുന്നതെന്നും, അപ്പോൾ വിവേകം തെളിഞ്ഞ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ആത്മബോധം ഉണ്ടാവാതെ ഇരിക്കില്ല എന്നുള്ള തത്വം നമ്മൾ മനസ്സിലാക്കണം. വിവിധങ്ങളായ വിഷയങ്ങളെ ഉപാസിച്ച് പ്രസാദിപ്പിച്ച് പലതരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാമനകളാണ്, ആഗ്രഹങ്ങളാണെന്നർത്ഥം. അപ്പൊ ബുദ്ധിയുടെ വിവേകശക്തിയും മങ്ങിപ്പോകുന്നു. ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ അതിന് കഴിയാതാകുന്നു. വിവേകമാണ് ബുദ്ധിയിലെ വെളിച്ചം. അത് മങ്ങുമ്പോൾ എന്തായി? നമ്മൾ അനാശാസ്യ പ്രവണതകളാകുന്ന ചെയ്തികൾ നമ്മളെ ഉള്ളിൽ നിന്ന് പൊന്തി വരാൻ തുടങ്ങും. അപ്പം ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉദിക്കുന്നു എന്നതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിലും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് തടയാൻ ആർക്കും സാധ്യവുമല്ല. എന്നാൽ അവയാൽ അടിമയാവാത്തവരായി ആവാതിരിക്കുക. അവയിൽ ഇപ്പോൾ ആഗ്രഹങ്ങളാൽ ആകൃഷ്ടരാകുന്നുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് അതൊരു ലഹരിയായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ മദ്യം എന്നുള്ള വാക്ക് തന്നെ മതിപ്പിക്കുന്നത് എന്നർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് മദ്യം കുടിക്കരുത് എന്ന് പറയാൻ കാരണം. അതായത് കുടിക്കുന്നവനെ കുടിക്കും, ആദ്യമൊക്കെ അങ്ങോട്ട് പോയി കുടിക്കും, പിന്നെ തന്നെ കുടിക്കും എന്ന് പറയാൻ കാരണം പിന്നെ അത് ഇല്ലാതെ തനിക്ക് കഴിയില്ല. അങ്ങനെ ഒരു വിഷയങ്ങൾക്കും താൻ അടിമയാവാതെ അങ്ങനെ കഴിയണം എന്നാണ് അർത്ഥം. അല്ലാതെ ആഗ്രഹങ്ങളെ മുഴുവൻ തടുക്കണം എന്നല്ല പറഞ്ഞത്. ആഗ്രഹങ്ങൾക്ക് അടിമയായി പോകരുത്. അങ്ങനെ അടിമയായി പോകുമ്പോൾ ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ചിന്തകളെ നയിക്കുക. എത്ര കിട്ടിയാലും മതി വരില്ല. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന്. കുട്ടികൾ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കുന്നത് പോലെ ഒരു കളിപ്പാട്ടം കുറച്ചു നേരം കളിക്കും, അതെടുത്ത് വലിച്ചെറിയും, പിന്നെ മറ്റൊന്നെടുക്കും, അത് കുറച്ച് കഴിഞ്ഞ് വലിച്ചെറിയും. ഇങ്ങനെ പലവിധ കളിപ്പാട്ടങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ സ്വയം അറിയാതെയാണെങ്കിൽ പോലും തൻ്റെ മനസ്സിനെ മതിക്കാനുള്ള ശക്തി ചിന്തകൾക്ക് കൊടുക്കരുത്. അതാണ് ഇവിടെ പറഞ്ഞത്. ചിന്തകൾ സ്വതവേ അചേതനങ്ങളാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മമായ അംശത്തിൽ നിന്നാണ് ചിന്തകൾ രൂപം കൊള്ളുന്നത്. അപ്പം ഭക്ഷണത്തിന് വലിയൊരു പങ്കുണ്ട്. ആഹാര ശുദ്ധൗ തത്വശുദ്ധി. ആഹാരം ശുദ്ധമാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം ചിന്തകൾക്ക് അനുസരിച്ചിരിക്കും മനുഷ്യൻ്റെ പ്രവൃത്തി. താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലമായി തനിക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കാൻ പോലും കാമത്തിന് അടിമയായ മനുഷ്യൻ്റെ ബുദ്ധിക്ക് കഴിവില്ലാതാകും. അപ്പോൾ അതിൻ്റെ ഫലം തുച്ഛമാണ് എന്നെങ്കിലും വിവേകം നഷ്ടപ്പെട്ട കാമികൾ കാമനകളാൽ പ്രേരിതരായിട്ട് കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഓരോ ആളുടെയും ആഗ്രഹങ്ങൾ അയാളുടെ സ്വഭാവം അഥവാ പ്രകൃതി അഥവാ പൂർവ്വവാസന അനുസരിച്ചായിരിക്കും. അതനുസരിച്ച് ഓരോ ആളും പ്രവർത്തിക്കുന്നു. നമ്മുടെ ബുദ്ധിയിൽ ആശയങ്ങൾ നിറയ്ക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഒരാൾ നല്ലവനും ചീത്തവനും ആവുന്നത് എന്നൊക്കെ നമ്മൾ അതിന് ഒഴികഴിവ് കണ്ടെത്തും. ഈശ്വരനൊന്നും അല്ല നിറയ്ക്കുന്നത്. ഒരാൾ നല്ലവനും ഒരാൾ ചീത്തയുമായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഈശ്വരവിധി കൊണ്ടൊന്നുമല്ല. അതൊക്കെ വെറുതെ പറയുകയാണ്. നമ്മുടെ കർമ്മഫലം കൊണ്ടാണ്. പ്രാർത്ഥനയുടെ ഫലമല്ല, കർമ്മത്തിൻ്റെ ഫലമാണ്. അഥവാ ഈശ്വരവിധി എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്നവർ അത് ഒരു മൂഢന്മാരുടെ തലതിരിഞ്ഞ സിദ്ധാന്തമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ആളും പെരുമാറുന്നത് അയാളുടെ പൂർവ്വ സംസ്കാര വാസനകൾക്കനുസരിച്ചാണ്. ഇത് വിവേകബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഈ വിവേകം ഉദിക്കണമെങ്കിൽ എന്ത് വേണം? വിവേകത്തെ ജ്വലിപ്പിച്ച് വികാരത്തെ നമ്മൾ അടിമയാക്കണം. അതിനെന്ത് വേണം?
അതിന് ആചാര്യൻ്റെയും ആഗമങ്ങളുടെയും അതുപോലെ ഉപാസനകളുടെയും ഒക്കെ കരുത്ത് നമുക്കുണ്ടാവണം. ചുരുക്കം പറഞ്ഞാൽ മൂഢന്മാർ വിഷയങ്ങൾ ഭുജിച്ച് എല്ലാ കാലത്തും സുഖിക്കാമെന്ന് വ്യാമോഹിച്ച് അവയ്ക്ക് വേണ്ടി വ്യത്യസ്ത ദേവതകളെ പ്രാപിക്കുന്നു. വിവേകിയാവട്ടെ ഈ വിഷയ ജീവിതത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കിയിട്ട് വിവേകപൂർവം വിചാരം ചെയ്ത് അതിനെ പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ല ഒഴിവാക്കല്ല. അതിനെ പഠിച്ചിട്ട് അവയിൽ നിന്ന് ഉപരിയെത്താൻ പരമാത്മാവിനെ ആശ്രയിക്കുന്നു. ഇതാണ് ഈ ശ്ലോകം മുന്നോട്ട് വയ്ക്കുന്നത്.